വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. നേരമില്ലാത്ത നേരത്താണെങ്കിൽ ഈ പ്രഷർ കുക്കറിന്റെ പ്രഷർ ഇങ്ങനെ കളയാന്നുള്ളത് എന്റെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. ദോശയ്ക്ക് കൂടെ കഴിക്കാനുള്ള തക്കാളി ചമ്മന്തിയുടെ മിക്സ് ആണ് കേട്ടോ ഈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഹയാസിന് ഇന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്തിടുന്നത് ഈ ഒരു സ്വീറ്റ് കോൺ ആണ് കേട്ടോ. അമ്മത ഉറക്കൊഴുന്നേറ്റ് വന്നിട്ട് ഉമ്മച്ചിയുടെ മടിയിലിരുന്ന് അക്വാറിയത്തിലുള്ള ഫിഷിന്റെ ഒക്കെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെയും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ആദ്യം ഹയാസിന് കൊണ്ടുപോകാനുള്ളതും കഴിക്കാനുള്ളതും ആയ ദോശ ചുടാനായിട്ട് നിന്നു. ദോശയിൽ ഇപ്പൊ നെയ്യ് ഒഴിക്കുന്നത് ഇവിടെ സ്ഥിരം കലാപരിപാടി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഹയാസിന് കുട്ടി 3 ദോശയാണ് ഉണ്ടാക്കുന്നത്. 2 കൊണ്ടുപോകാനും 1 ഇപ്പൊ കഴിക്കാനുമാണ്. സ്വീറ്റ് കോണില് ചാറ്റ് മസാല ഇട്ട് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഹയാസിന് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ദേക്കാക്ക് ആവശ്യത്തിന് ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് കോണിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പിന്നെ അതേ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഹയാസിന്റെ ദേക്കാക്ക് ഇവിടെ റെഡിയാക്കാണ് കേട്ടോ. അമ്മയാണെങ്കിൽ ഹയാസിന് ഇടാനുള്ള ഷൂസും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഹയാസ് ഇന്ന് കൊച്ചാപ്പാടെ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇന്നിപ്പോ സ്കൂൾ ബസ്സിന് വിടാൻ പറ്റിയില്ല. കൊച്ചാപ്പ മോനെയും കൊണ്ടുപോകുന്നതിന്റെ ഒപ്പമാണ് കേട്ടോ ഹയാസിനെയും കൊണ്ടുവന്നത്. നമുക്കപ്പോ അടുത്ത വീഡിയോ കാണാം.